കളഞ്ഞുകിട്ടിയ 2 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല തിരികെ നൽകി കൊഴുവനാൽ അറക്കൽ വീട്ടിൽ മാത്യു ജോസഫ് മാതൃകയായി. മേവട LP സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ലീന മാത്യുവിന്റെ മാലയാണ് നഷ്ടപ്പെട്ടത്. പൂവത്തിളപ്പ് മണ്ണൂരട്ടെന്ന് നടക്കൽ വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് വൈകുന്നേരം പോകുന്ന വഴിയിലാണ് ഏകദേശം 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഞാൻ 5:15 വരെ ഞാൻ സ്കൂളിലുണ്ടായിരുന്നു. 5:15 ഗേറ്റൊക്കെ അടച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഇടമുള വരെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വെറുതെ എൻ്റെ മനസ്സ് പറഞ്ഞു ഒന്ന് നോക്കാം മാല. അപ്പോൾ ഞാൻ കഴുത്തെ നോക്കിയപ്പോൾ മാലയില്ല. പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയാൻ മേലാത്ത ഒരവസ്ഥ വന്നു. ഞാൻ ഉടൻ തന്നെ അവിടെ ഇട്ട് തന്നെ വണ്ടി തിരിച്ച് ഞാൻ ഈ വശത്തൂടെ പോയാലും എൻ്റെ തല ഞാൻ ആ വശത്തൂടെയാണല്ലോ വന്നത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്നിങ്ങനെ നോക്കിയാണ് ഞാൻ ഇവിടെ വന്നു. സ്കൂളിൽ വന്ന് കയറി ഗേറ്റ് തുറന്നു. അപ്പം ഇന്നലെ PTA പൊതുയോഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാപ്പിയൊക്കെ കൊടുത്ത സ്ഥലത്തൊക്കെ ഞാൻ ചെന്ന് നോക്കി. അവിടെയൊന്നുമില്ല. ഇന്നലെ അതുപോലെ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ പരിശോധനയ്ക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഈ ചുറ്റിലും പോയ ആ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് ഞാൻ നോക്കി. അവിടെയൊന്നും കിട്ടിയില്ല. അപ്പോൾ ആകെ ഒരു വിഷമത്തില്ല. ഇതിലെ പോയി എവിടെ വഴിയിലായിരിക്കും പോയതെന്നുള്ള ഒരു വിഷമത്തിൽ അത് കഴിഞ്ഞാണ് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നത്. ഇങ്ങനെ ഒരു 6:15 ആയപ്പം പറഞ്ഞ് ഞാൻ എൻ്റെ മാല ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പം എന്നോട് ഏത് മാലയാണ് എങ്ങനെയാണെന്നൊക്കെ പുള്ളി ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു വഴക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പുള്ളി എന്നെ അങ്ങനെയല്ല പറഞ്ഞത്. നിനക്ക് അത് കിട്ടാനുള്ളതാണെങ്കിൽ നിനക്ക് കിട്ടിയിരിക്കും എന്നുള്ള ഒരു ആശ്വാസം. അത് വീട്ടിലോട്ട് പൊക്കോ, നമുക്ക് നാളെ രാവിലെ വന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് 1-2 ഗൂഗിൾ മീറ്റ് HMമാരുടെ ട്രെയിനിങ്ങിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 2 മണിക്കൂറാണ്. അത് 9:30 തീരുന്നത്. അതിനിടയ്ക്ക് ഹസ്ബൻഡ് ഒരു 7:30 ആയപ്പം വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ കൊഴുവനാൽ ഒരു കടയിൽ കയറിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഒരു എൻ്റെ ഭാര്യയുടെ മാല ഇന്ന ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ആ ആൾ പറഞ്ഞു അത് അവിടുത്തെ കിട്ടിയിട്ടുണ്ട്, അതിന് കുറേ അവകാശികളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നാലും നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ഞാൻ ആ നമ്പറിൽ ആളെ വിളിച്ച് അടയാളമൊക്കെ പറഞ്ഞപ്പോൾ ആണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനം. അതുകൊണ്ട് ഇന്നലെ എനിക്ക് മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റി. ഇന്ന് എന്തായാലും എനിക്കത് ഇവിടെ എത്തിച്ചു തന്നപ്പോൾ അത് കൊണ്ടുവന്ന് കണ്ടെത്തി ഏൽപ്പിച്ച മാത്യു അറക്കൽ മാത്യു ചേട്ടനോട് എത്ര പറഞ്ഞാലും നന്ദി തീരുകയില്ല. അപ്പം ഞാൻ ഒരു സമ്മാനമൊക്കെ കൊടുക്കാൻ തയ്യാറായെങ്കിലും ഒരു അനിയനെ പോലെ കരുതി, ഈ സഹോദരനെ പോലെ കരുതി അത് എന്നെ കരുതണമെന്ന് പറഞ്ഞത് നിരസിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇതെല്ലാം ഈ നാട്ടുകാർക്കും എല്ലാ ആളുകൾക്കും ഇതൊരു പ്രചോദനമായി തീരണം. അപ്പോൾ ഇത് എനിക്ക് തിരിച്ചേൽപ്പിച്ച ഇദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയുകയാണ്. വളരെയേറെ ടെൻഷൻ അനുഭവിച്ചായിരുന്നു. എങ്കിലും ഇപ്പോൾ ഒത്തിരി സന്തോഷം. ഇനി ഇതുപോലെ തീർച്ചയായിട്ടും അതെ വേറെ ആർക്കെങ്കിലും ആണിത് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ മേവടയ്ക്കും കൊഴുവനാലിനും ഇടയിൽ മോനിപ്പള്ളി ഭാഗത്ത് വെച്ചാണ് മാത്യു ജോസഫിന് മാല കിട്ടിയത്. തുടർന്ന് മേവട വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശശികുമാരൻ നായർ പന്തലാനിക്കലിന്റെ പക്കൽ മാത്യു മാല ഏൽപ്പിക്കുകയായിരുന്നു. ഇത് നമുക്ക് കൊഴുവനാക്കുള്ള യാത്രയ്ക്കിടയ്ക്കാണോ നമുക്കത് ആ ഒരു മാല കിട്ടിയത്? അതെ. കിട്ടിയപ്പോൾ ചേട്ടൻ എന്താ ആദ്യം ചെയ്തത്? ഞാനത് എടുത്ത് നമ്മുടെ മേവടയിലെ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ശശിധരൻ്റെ കൊണ്ടുവന്ന് നൽകുകയായിരുന്നു. ശശിധരനെ സംബന്ധിച്ച് ശശിധരൻ മേവടയിലെ വ്യാപാരി വ്യവസായ പ്രസിഡന്റാണ്. അതോടൊപ്പം ഈ ഒരു സ്കൂളിന്റെ വർഷങ്ങളോളം PTA പ്രസിഡന്റുമായിരുന്നു. ശശിധര, എന്താണ് ശശിധരനെ പറ്റി പറയാനുള്ളത്? മാത്യു കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്തൊരു പെട്ടെന്ന് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന ഒരു വിഷമം ആർക്കാണെങ്കിലും ഉണ്ടാവില്ല. ഞാൻ അന്നേരം തന്നെ ഒരു 3-4 വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ 3-4 പേരുടെ വിളി വന്നെങ്കിലും ഈ ടീച്ചറിൻ്റെ ഭർത്താവ് കൊഴുവനാന്ന് വിളിച്ച് അടയാളം പറഞ്ഞ് ടീച്ചർ രാത്രി വിളിച്ചു. അടയാളം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി, ടീച്ചറിനെ മനസ്സിലായി. ഇപ്പോൾ രാത്രി തന്നെ ടീച്ചറിനോട് പറഞ്ഞു രാവിലെ അത് ഏൽപ്പിക്കാനുള്ള നടപടികൾ ചെയ്യാം, ടീച്ചർ അത് യാതൊരു കാരണവശാലും പേടിക്കേണ്ട, ടീച്ചറിൻ്റെ അന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത് സ്കൂളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ശശികുമാരൻ നായർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഈ വിവരം പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ലീന ടീച്ചർക്ക് മാല തിരികെ ലഭിച്ചു. ഒരു തരി പൊന്നിന് വലിയ വില ലഭിക്കുന്ന ഇക്കാലത്ത് തനിക്ക് ലഭിച്ച മാല തിരികെ ഉടമസ്ഥയെ ഏൽപ്പിച്ച മാത്യു ജോസഫിന്റെ മാതൃകാപരമായ പ്രവൃത്തി ഏറെ അഭിനന്ദനാർഹമാണ്.
ഇനി കൂടുതൽ പിള്ളേരെ ശല്യം ചെയ്യണം മാത്രമാണ്. അപ്പം വീണ്ടും വീണ്ടും ദാ നമ്മുടെ ഒരു കടമയും കൂടെയാണ് മനുഷ്യന്. അല്ല അത് ഗവൺമെന്റ് ഇതിങ്ങനെ അത് ഒരുമാതിരി ഒക്കെ തോന്നുന്നില്ല. ഇതെടുത്ത് അങ്ങനെ ഉപയോഗിക്കാൻ ഒരുമാതിരി എല്ലാവരും ഉപയോഗിച്ച് 10 പൈസ സ്വന്തം വേർപ്പോൾ ഉണ്ടാക്കുന്നവരാരും ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുക. ലീന ടീച്ചർ കവറിൽ നൽകിയ ഗിഫ്റ്റ് തുക സന്തോഷപൂർവ്വം നിരസിച്ച മാത്യു സ്കൂളിലെ കുട്ടികൾക്ക് സന്തോഷത്തിന് മധുരം വാങ്ങി നൽകിയാൽ മതി എന്നു പറഞ്ഞാണ് പിരിഞ്ഞത്. i4U ന്യൂസ്, പാലാ.